ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് തരത്തിലുള്ള സ്റ്റഫിംഗ് വെച്ചിട്ടുള്ള പൊറോട്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി സ്റ്റഫ്ഡ് പൊറോട്ട തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മൈദപ്പൊടി വെച്ചിട്ടും ആട്ടമാവ് വെച്ചിട്ടും ഞാൻ ഈ പൊറോട്ട തയ്യാറാക്കുന്നുണ്ട്. ഫസ്റ്റ് 2 കപ്പ് മൈദയിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി ആട്ടമാവിലേക്കും 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതും ചപ്പാത്തിയുടെ മാവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. ആട്ടമാവിൽ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതും ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്കുള്ള സ്റ്റഫിംഗ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സോയാ ചങ്ക്സ് റോസ്റ്റ് ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. മറ്റൊരു സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ട് 1 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാഷ്യൂസും പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് വയ്ക്കുകയാണ്. മാവ് ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റുകയാണ്. ഇപ്പോൾ കുഴച്ചു വെച്ചിട്ടുള്ള 2 മാവും ഞാൻ ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഓരോ മാവ് എടുത്തിട്ട് കൗണ്ടർ ടോപ്പിലേക്കും മാവിൻ്റെ മുകളിലേക്കും അല്പം ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയ മാവിൻ്റെ മുകളിലേക്കും വീണ്ടും ഓയിൽ സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കണം. മൈദ വെച്ചിട്ടുള്ളതും അതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് മടക്കിയെടുക്കാം. ഇപ്പോൾ എല്ലാ മാവും ഞാൻ ഇതുപോലെ പരത്തി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാകാനായി വെച്ച് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള മാവിൽ നിന്നും ഓരോന്നായി എടുത്തിട്ട് അല്പം കൂടി എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം സ്ക്വയറായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. പാൻ ചൂടാകുമ്പോഴേക്കും അല്പം നെയ്യോ ഓയിലോ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പരത്തി വെച്ചിട്ടുള്ള പറാത്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പറാത്തയുടെ മുകളിലേക്കും അല്പം ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 ഭാഗവും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നന്നായി കുക്കായി വരുമ്പോഴേക്കും ഇത് നല്ലതുപോലെ പൊങ്ങി വരുന്നത് കാണാം. അപ്പോഴേക്കും ഇതിൻ്റെ ഒരു സൈഡ് കത്തി വെച്ചൊന്ന് മുറിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് സ്റ്റഫിങ് വെച്ച് കൊടുക്കാം. ഇത് പാനിൽ നിന്നും മാറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം സ്റ്റഫിങ് വെച്ച് കൊടുത്താലും മതിയാകും. ഇപ്പോൾ ഒരെണ്ണം റെഡിയായി. ഇത് പാനിൽ നിന്ന് മാറ്റാം. ഇനി പൊറോട്ടയുടെ മാവും ഇതുപോലെ ഒന്ന് പരത്തി ചുട്ടെടുക്കാം. പരത്തിയെടുക്കുന്ന മാവ് അല്പം കട്ടിയോടുകൂടി വേണം പരത്താൻ വേണ്ടിയിട്ട്.
മൈദ വെച്ച് ചെയ്തിട്ടുള്ളത് കണ്ടോ, അത് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കത്തി കൊണ്ടൊന്ന് വെട്ടിക്കൊടുക്കുമ്പോഴേക്കും നല്ലൊരു അറയായിട്ടാണ് അകത്ത് കാണപ്പെടുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് തേങ്ങ വെച്ചിട്ടുള്ള സ്റ്റഫിങ്ങാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. കൈ പൊള്ളുമെന്ന് പേടിയുണ്ടെങ്കിൽ എല്ലാം ചുട്ടെടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് സ്റ്റഫിങ് വെച്ച് കൊടുത്താലും മതിയാകും. ഇപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. സോയാ ചങ്ക്സ് റോസ്റ്റ് വെച്ചിട്ടുള്ളത് കഴിക്കുമ്പോൾ പൊറോട്ടയും ബീഫും കൂടി കഴിക്കുന്ന ഒരു ഫീലാണ് ഉണ്ടാകുന്നത്. സോയ ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾ പോലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്താൽ പിന്നെ തീർച്ചയായിട്ടും കഴിച്ചിരിക്കും. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുതേ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസ് കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.